യുടെ കാര്യത്തിൽ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ട ഒരു സ്ഥാപനമുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനം മാത്രമേ കാണാൻ പറ്റൂ. ഇവിടാണ് പാചകവും കാര്യങ്ങളും, ഇവിടെ കിണർ കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് അയക്കുന്നത്. കക്കൂസ് കിണർ എല്ലാം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നോക്കി അറിയാൻ പറ്റും. ഇവിടാണ് ഇതിൻ്റെ പാചകം. ഈ ആൾക്കാർ ഇതാണ് കഴിക്കുന്നത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര പ്രൈവറ്റ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ശ്രീദുർഗ ഹോട്ടൽ അധികൃതർ അടച്ചുപൂട്ടി. കഴിഞ്ഞ ഓഗസ്റ്റ് 22-ാം തീയതി ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. മാലിന്യം സംസ്കരിക്കുന്നതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. എന്നാൽ ഹോട്ടൽ ഉടമകൾ ഇത് പാലിക്കാതെ ഹോട്ടലിന്റെ പ്രവർത്തനം വീണ്ടും തുടരുകയായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോടെയാണ് അധികൃതർ ഹോട്ടൽ അടച്ചുപൂട്ടിയത്. കൊട്ടാരക്കരയിലെ ഒരു പ്രമുഖ സ്ഥാപനം ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം പൂട്ടിയിരിക്കുകയാണ്. കാരണം ഇതിലേക്കൂടെ ഒഴുകുന്ന ഈ മലിന ജലത്തിലാണ് ഇത്രയും നാളും ജനങ്ങൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, അതായത് KSRTCയിലെ വരുന്ന വേസ്റ്റുകൾ മൊത്തവും ഈ വരുന്ന ഓടയിലാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇന്നേ വരെ സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. അത് അങ്ങനെ കോടതിയിൽ ഇത് പരാതി കൊടുക്കുകയും അത് ബഹുമാനപ്പെട്ട കോടതി കഴിഞ്ഞ മാസം 22-ാം തീയതി ഇത് പൂട്ടാൻ വേണ്ടി ഈ സ്ഥാപനം പൂട്ടുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടതാണ്. അതിനുശേഷവും ഇദ്ദേഹം ഇന്നലെ വരെ ഇത് പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ കോടതി വീണ്ടും ഇടപെട്ട് ഇത് അനിശ്ചിതകാലത്തേക്ക് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുനിസിപ്പാലിറ്റി പല പ്രാവശ്യം ഓർഡർ കൊടുത്തിട്ടും അത് മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും ഫുഡ് ആൻഡ് സേഫ്റ്റി എല്ലാം വന്നും പല പ്രാവശ്യം ഇത് കൊടുത്തിട്ടും അത് പുള്ളിക്കാരൻ്റെ റെക്കമെൻഡും പുള്ളിക്കാരൻ്റെ കാശും ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് വീണ്ടും പ്രവർത്തിക്കുകയായിരുന്നു. അതിനെതിരെ കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട കോടതി നല്ലൊരു വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൻ്റെ വൃത്തിയാക്കിക്കൊണ്ട് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുവാൻ വേണ്ടി അനിശ്ചിതകാലത്തേക്ക് സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ഇനി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് വീണ്ടും കോടതി അറിയിക്കുകയും ബഹുമാനപ്പെട്ട കോടതി അതിനെതിരെ ശക്തമായ നടപടി എടുക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇത് നമുക്ക് തന്നെ കാണാൻ പറ്റും. ഇത് കാണുന്നില്ല, ഈ വേസ്റ്റ് ഇദ്ദേഹത്തിന് ഈ പോകുന്ന ഓടവെള്ളം, ഈ മലിനജലം ചെന്നിറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കിണറ്റിലേക്കാണ്. ആ ഹോട്ടലിൻ്റെ കിണറ്റിലേക്കാണ് ചെന്നിറങ്ങുന്നത്. ആ വെള്ളമാണ് ഇത്രയും ജനങ്ങളെ ഇന്നവരെയും കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളമാണ് ഇത്രയും നാളും കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാർക്കും പല അസുഖങ്ങളും പലരും പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി ഇനിയും ഈ വെള്ളത്തിൻ്റെ കാര്യത്തിലും മറ്റ് ആഹാര പദാർത്ഥത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിലും തക്കതായ ഫുഡ് ആൻഡ് സേഫ്റ്റിയും അതിൻ്റേതായ നിയമ നടപടി സ്വീകരിച്ചിട്ട് മാത്രമേ ഈ ഹോട്ടൽ തുറക്കാൻ അനുവദിക്കൂ എന്ന് മാത്രം പറയുന്നു. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഏരിയയിലുള്ള ഇതിനകത്താണ് ഇപ്പം പുതിയതായിട്ട് ഒരു പ്ലാന്റേഷൻ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല പൊല്യൂഷൻ്റെ. അതുപോലെ തന്നെ ഇവിടെ 3 സൈഡ് ബൗണ്ടറി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡ് മാത്രം ബൗണ്ടറി തിരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കെട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അവിടെ മാത്രം തിരിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് മുനിസിപ്പാലിറ്റിയുടെ ഏരിയ ആയിട്ടേ വരത്തുള്ളൂ. അതും അവർ തിരിച്ചാതെ ഇട്ടിരിക്കുകയാണ്. അത് കൈക്കൂലി കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഈ ഓടയിൽ കൂടെ തന്നെയാണ്, ഈ ഓട സൈഡാണ് ഇവരെ കിച്ചൺ. കണ്ടാൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിനകത്താണ് കിച്ചൺ നടക്കുന്നത്. ഇതിനകത്ത് പാർട്ടുകൾ കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് കയറി ചെല്ലുന്നത്. ഇതൊന്നും എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് നോക്കിക്കോ, കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കിച്ചണിൽ നിൽക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ ഇതാണ്. ഈ ഓടയിൽ കൂടെ പോകുന്ന അഴുക്ക് ജലങ്ങളാണ് ഇതിനകത്തോട്ട് ഇറങ്ങുന്നത് തന്നെ. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാവണം. ഇതെല്ലാം മുനിസിപ്പാലിറ്റിക്കാരെ കാണണം തീർച്ചയായിട്ടും. അപ്പുറത്തെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഏരിയ ആണ് അത്. അതിനകത്താണ് ഇപ്പം പുതിയ പ്ലാന്റേഷൻ കിട്ടി വെച്ചിരിക്കുന്നത്. എല്ലാ കാര്യവും നോക്കി അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡെല്ലാം ബൗണ്ടറി തിരിച്ചിട്ടുണ്ട്, ഇവിടെ മാത്രം തിരിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് നമുക്കറിയണം.